പ്രിയമുള്ളവരെ, 14-ാമത്തെ ആണ്ടോട്ടത്തിലെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും നിറഞ്ഞുകൊണ്ട് ജീവിക്കാനായിട്ട് നമ്മെ ഓരോരുത്തരെയും വിളിക്കുക. ഇന്ന് പ്രത്യേകമായും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. ഈ സുവിശേഷ ഭാഗം യേശുവിൻ്റെ ഏറ്റവും ഹൃദയസ്പർശിയായ ക്ഷണങ്ങളിലൊന്നാണ്. ഈ ഭാഗത്തിൽ പിതാവിൻ്റെ വെളിപ്പെടുത്തൽ, പുത്രനുമായിട്ടുള്ള ബന്ധം, ക്ഷീണിച്ചവർക്കുള്ള വിശ്രമം, യേശുവിൻ്റെ മുഖമേറ്റെടുക്കൽ എന്നീ 4 പ്രധാന ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു. യേശുവിൻ്റെ ഏറ്റവും ഹൃദയസ്പർശിയായ ഭാഗത്തിൽ നമ്മുടെ ഭാരങ്ങളെല്ലാം അവിടുത്തെ തിരുസന്നിധിയിൽ ഇറക്കി വയ്ക്കുവാനായിട്ട് 11-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്ന നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇത് വചനത്തിലെ ഏറ്റവും വലിയ ക്ഷണങ്ങളിലൊന്നാണ്. നമ്മുടെ ഭാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പാപഭാരം, കുറ്റബോധം, ഭയം, നിരാശ, ജീവിത സമ്മർദ്ദങ്ങൾ, നിയമവാദികളുടെ ഭാരങ്ങൾ. യേശു ആദ്യം നിയമങ്ങളിലേക്കല്ല, തൻ്റെ അടുക്കലേക്കാണ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത്. ക്രിസ്തീയ ജീവിതം ഒരു ബന്ധമാണ്, ഒരു കടമയാണ്. ക്രിസ്തുവാണ് യഥാർത്ഥമായി നമുക്ക് വിശ്രമം നൽകുന്നവൻ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക. ഒരുപാട് ഭാരങ്ങളുമായി കുനിഞ്ഞു പോകുന്നവരാണ്. കുടുംബത്തിൻ്റെ ഭാരങ്ങൾ, ജീവിതത്തിലെ ഭാരങ്ങൾ, തകർച്ചയുടെ ഭാരങ്ങൾ എല്ലാം. അതെല്ലാം യേശുവിൻ്റെ പക്കൽ സമർപ്പിക്കാനായിട്ട് നമ്മുടെ ഓരോരുത്തരെയും വിളിക്കുക. എൻ്റെ മുഖം ഏറ്റെടുത്ത് എന്നിൽ നിന്ന് പഠിക്കാനായിട്ട് കർത്താവ് പറയുന്നുണ്ട്. 29-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. യഹൂദ സംസ്കാരത്തിൽ മുഖം എന്ന് പറയുമ്പോൾ ഒരു ശിഷ്യത്വത്തിൻ്റെ അടയാളമാണ്. ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ മുഖമെന്ന് പറഞ്ഞാൽ അവൻ്റെ വചനം, അവൻ്റെ കൽപ്പനകൾ, അവൻ്റെ ജീവിതശൈലി, സ്നേഹത്തിൻ്റെ നിയമം, അവനായി നമ്മൾ മാറുവാനായിട്ടുള്ള ആ ആഹ്വാനം, സൗമ്യതയും വിനയത്തിൻ്റെയും വിമോചനത്തിൻ്റെയും അടിസ്ഥാന ഗുണങ്ങൾ നമുക്കുണ്ടാകണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക. എൻ്റെ മുഖം സുഖകരവും ഭാരം ലഘുവുമാണെന്നാണ് 30-ാമത്തെ വാക്യത്തിൽ പറയുക. ക്രൈസ്തവ ജീവിതത്തിന് കുരിശുകളുണ്ട്, എന്നാൽ കൃപയുമുണ്ട്. കുരിശുള്ളിടത്ത് കൃപ കൂടുതലായിട്ട് ലഭിക്കുന്നു. സ്നേഹത്തോടെ കുരിശ് വഹിക്കുന്നത് ഒരനുഗ്രഹമാണ്, ഭാരമല്ല. അതുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും ഇന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്, ഈ മുഖം വഹിക്കാൻ സുഖകരമായിട്ടുള്ള ഒരനുഭവത്തിലേക്ക്, മുഖത്തിൻ്റെ അനുഭവത്തിലേക്ക് മാറണമെങ്കിൽ ശിശു സഹജമായിട്ടുള്ള ഒരു മനോഭാവം നമുക്ക് വേണമെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പിതാവെ, ജ്ഞാനികളിൽ നിന്ന് വിവേകമെന്ന് മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതിനാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നുവെന്ന് പറയാം. ശിശുക്കൾക്ക് ചിലപ്പോഴൊക്കെ ഭാരം രസമായിട്ട് തോന്നാറുണ്ട്. അവർ ഭാരം വെറുതെ നിന്ന് വലിക്കാറുണ്ട്. ഹൃദയത്തിൻ്റെ ഭാരമൊന്നും അവരെ ബാധിക്കാറില്ല. ആകുലതകളോ ആശങ്കകളോ അവരെ ബാധിക്കാറില്ല. ജ്ഞാനികളിൽ നിന്ന് വിവേകം അതിൽ നിന്ന് മറച്ചു വെച്ചു. ജ്ഞാനികൾ എന്നത് വിദ്യാഭ്യാസമുള്ളവരെ മാത്രം ഉദ്ദേശിക്കുന്നതല്ല. സ്വന്തം കഴിവിലും അറിവിലും അഹങ്കാരിച്ച് ദൈവത്തെ ആശ്രയിക്കാത്തവരെയാണ് സൂചിപ്പിക്കുക. ശിശുക്കളെന്ന് പറയുമ്പോൾ വിനയവും വിശ്വാസവുമുള്ളവരാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, 4-ാമത്തെ 6-ാമത്തെ വാക്യത്തിൽ, അവിടുന്ന് കൃപ ചൊരിയുന്നു. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവരെ കൃപ കൊടുക്കുകയും ചെയ്യും. അഹങ്കാരികളെ എതിർക്കുന്നു, എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യും. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 1-ാമത്തെ 27-ാമത്തെ വാക്യത്തിൽ പറയും, വിജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ഭോഷന്മാരെ തിരഞ്ഞെടുത്തുവെന്ന്. സങ്കീർത്തനം 25:9 പറയുന്നുണ്ട്, എളിയവരെ നീതിയുടെ മാർഗത്തിൽ നയിക്കുന്നു,
വിനീതരെ തൻ്റെ വഴികളും പഠിപ്പിക്കുന്ന ഒരു ദൈവം. അപ്പോൾ എളിമയുള്ളവരെ നീതിയുടെ മാർഗത്തിൽ നടത്തുകയും വിനയമുള്ളവരെ തൻ്റെ വഴി പഠിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നമ്മുടെ അധ്വാനങ്ങളെല്ലാം എടുത്തു വെച്ചുകൊണ്ട് ശിശുസഹജമായിട്ടുള്ള മനോഭാവത്തോടുകൂടി മാറാനായിട്ട് കഴിയണം. യേശു പറയുന്നുണ്ട്, എൻ്റെ പിതാവ് എല്ലാം എനിക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. യേശു തൻ്റെ ദൈവത്വവും പിതാവുമായുള്ള അതുല്യമായ ബന്ധവും വെളിപ്പെടുത്തും. 3 സത്യങ്ങൾ ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യേശുവാണ് പിതാവിൻ്റെ പൂർണ്ണമായിട്ടുള്ള വെളിപ്പെടുത്തൽ. രണ്ടാമത്, യേശുവിലൂടെ മാത്രമേ പിതാവിനെ അറിയുവാൻ കഴിയൂ. മൂന്നാമതായി, രക്ഷ യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്. ഇതാണ് നമ്മെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് രക്ഷ സ്വന്തമാക്കുവാനായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് നമ്മോട് പറയുകയാണ്, നമ്മൾ ഓരോരുത്തരും എപ്രകാരം മുന്നോട്ട് പോകണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇവർക്ക് ഭക്ഷിക്കുവാൻ അപ്പം എവിടെ നിന്ന് വാങ്ങും? അവനെ പരീക്ഷിക്കാൻ യേശു ഇങ്ങനെ ചോദിച്ചത്. എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. യേശുവിൻ്റെ വഴിയെന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാനായിട്ട് പ്രയാസമായിരിക്കും. അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക, യേശു അപ്പം വർദ്ധിപ്പിച്ച് ശിഷ്യന്മാർക്ക് കൊടുക്കുമ്പോൾ അവരുടെ ഹൃദയത്തിലൊരു ഭാരമുണ്ടായിരുന്നു, എത്രത്തോളം അപ്പം അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ആ ഭാരങ്ങളെല്ലാം എടുത്തു മാറ്റാനായിട്ട് കർത്താവിന് സാധിച്ചു. കൊളോസ്യക്കാർക്ക് ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ പ്രത്യേകമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 5-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, കൊളോസ്യക്കാർക്ക് ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളോടറിയപ്പെട്ട സുവിശേഷ സത്യത്തിൻ്റെ വചനത്തിൽ നിന്ന് പ്രത്യാശയെക്കുറിച്ച് നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ പ്രത്യാശയെക്കുറിച്ചറിഞ്ഞാൽ, അവനിൽ പ്രത്യാശ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയാൽ ഭാരങ്ങളെല്ലാം ലഘുവായിട്ട് മാറും. അങ്ങനെ ലഘുവായിട്ട് ഭാരങ്ങളെ മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ ആ കൃപാവരം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കാം. ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് ലോകം തരാത്ത വിശ്രമം അവിടെ നിന്ന് നൽകും. സമ്പത്തില്ലെങ്കിലും അവിടുത്തെ സമാധാനം ലഭിക്കും. സാങ്കേതികവിദ്യ വളർന്നെങ്കിലും ഇന്ന് മനുഷ്യൻ്റെ മനസ്സ് ക്ഷീണിതമാണ്. യേശുവിൻ്റെ ക്ഷണം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. എൻ്റെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളെയും ഏറ്റെടുക്കുന്നതിന് കർത്താവാണെന്നും അവിടുത്തെ അടുക്കിലേക്ക് കടന്നെല്ലുവാൻ സാധിക്കണം. എങ്ങനെയാണ് അവൻ്റെ അടുക്കിലേക്ക് കടന്നെല്ലുവാൻ കഴിയുക? കുമ്പസാരം, വിശുദ്ധമായ കുർബാന, പ്രാർത്ഥനകൾ, തിരുവചന വായന, ആരാധന വഴിയായിട്ട് ദൈവഹിതം സ്വീകരിക്കുവാനും സ്നേഹത്തിൽ ജീവിക്കുവാനും ക്ഷമിക്കുവാനും വിനയത്തോടെ നടക്കുവാനും സാധിക്കുമ്പോഴാണ് യേശുവിൻ്റെ മുഖം എടുക്കുവാനായിട്ട് സാധിക്കുക. ഓർത്തിരിക്കുക, പ്രശ്നങ്ങളില്ലാത്ത ജീവിതങ്ങളില്ല. പ്രശ്നങ്ങളുടെ നടുവിലും ക്രിസ്തുവിൻ്റെ സമാധാനം നമുക്ക് ലഭിക്കണം. കാറ്റീസം ഓഫ് ദി കാത്തലിക് ചർച്ച് പറയുന്നുണ്ട്, മനുഷ്യഹൃദയം ദൈവത്തിൽ വിശ്രമിക്കുന്നവരെ അസ്വസ്ഥമാണ്. യേശുവിൻ്റെ ക്ഷണം പ്രാർത്ഥനയിലേക്കുള്ള ക്ഷണമാണ്. അതുകൊണ്ട് അവിടുത്തെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഭാരങ്ങളെല്ലാം അവിടുത്തെ പക്കൽ ഇറക്കി വെച്ച് അവിടുത്തെ മക്കളായി ജീവിക്കുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.